नमस्ते। आज की कक्षा में सबको स्वागत। നമ്മൾ പ്രേംചന്ദിൻ്റെ ഈദ്ഗാഹ് എന്ന് പറയുന്ന കഥയിൽ കൂടി നമ്മൾ പോകുമ്പോൾ കുട്ടികളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. അതിൽ ഈദ്ഗാഹിൽ ചെന്നവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ കടകളിൽ കയറുന്നതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ആദ്യം ഊഞ്ഞാലിൻ്റെ മുകളിൽ കയറി, പിന്നെ ആദ്യം നമ്മൾ കയറിയത് ഇവിടെ ടോയ്സിൻ്റെ കടയിലാണ്. പിന്നീട് മധുരപലഹാരങ്ങൾ വിൽക്കുന്ന കടയിൽ കയറുന്നുണ്ട്. അങ്ങനെ ഓരോരോ കടകളിലായിട്ട് കയറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ്. സർബത്ത് കുടിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹാമിദ് മാത്രം ഒരു കടയിൽ നിന്നും ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല. അവനവിടെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നൊരു സാധനം നമ്മൾ പറഞ്ഞു. ഇതിൽ ചിംട്ട, ദാദിക്കോ ദേനെ കെ ലിയെ ചിംട്ട ഖരീദന ചാഹത്താ ഹെ. ഇപ്പോൾ ഇവിടെ ചിംട്ട, അതായത് നമ്മൾ പക്കട് അല്ലെങ്കിൽ നമ്മൾ കൊടിൽ എന്ന് പറയുന്ന സാധനം, അതായത് ചൂടുള്ള സാധനങ്ങൾ നമ്മൾ കൈക്കൊണ്ട് അല്ലാതെ നമ്മൾ ഇതുകൊണ്ട് എടുക്കാൻ ഉപയോഗിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അത് വാങ്ങിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിന് ഒരുപാട് വീട്ടിലേക്ക് ആവശ്യമുള്ളൊരു സാധനമെന്ന് പറയുന്നത്. ഇപ്പം ദാദിയാണെങ്കിൽ റോട്ടിയ തവേസെ ഉദാർത്തേഹെ, അത് തവ കൊണ്ട് തവയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഉസ് സമയം ഉങ്കലിയ ആഗമേ ജൽജായക, അതായത് കയ്യിൻ്റെ വിരലൊക്കെ ചൂടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രത്യേകത പറയുന്നുണ്ട്. അമ്മയ്ക്ക് ദാദിക്ക് വളരെയധികം സന്തോഷമാവും. ഹസാരോ ദുവായിൻ ദേനേപടെ, അതായത് ഒരുപാട് ബ്ലെസ്സിങ്സ് അവന് കിട്ടുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല പടോസ്കി അവരത്വംകോ യേ ചിംട്ട ദിക്കായെങ്കി, അയൽവാസികളായ സ്ത്രീകൾക്ക് അത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരും അഭിപ്രായം പറയും, എന്താണ് ഇവിടെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ചിംട്ട കൊണ്ടുവന്നു, കിത്തനെ അച്ഛാ ലഡ്കാഹി എന്ന് പറയും, ഇത്ര നല്ല മോനാണെന്ന് പറയും. അപ്പോൾ ഈ ഖിലൗനെ അവർ മിഠായിയും ഖരീദിനേസെ ക്യാ ഫായദാഹി, അത് വാങ്ങിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കടകളിൽ കൂടി കയറി ഇറങ്ങി പോകുന്നു. പിന്നീട് കാണുന്ന കടയാണ് ലോഹയ്ക്ക് ചീസ് ബെച്ചനെ വാല ദുക്കാൻ, അതായത് ലോഹം കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന കടയാണ് അടുത്തത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ഹാമിദ് ചോദിക്കുന്നുണ്ട് ചിംട്ട ദേക്കർ, അതായത് അവിടുത്തെ ആ ചിംട്ട കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, യേ തുമാരെ കാംക നഹിം ഹേജി എന്നാണ് പറയുന്നത്. ഈ ചിംട്ട കിത്തനാക്കാഹി ചോദിക്കുമ്പോഴാണ് പറയുന്നത്. ഇത് എത്ര രൂപ വേണം ഈ ചിംട്ടയ്ക്ക് ചോദിക്കുമ്പോൾ ദുക്കാൻദാറിനെ കഹ യേ തുമാരെ കാംക നഹി ഹേ, ഇത് നിനക്ക് പറ്റിയൊരു പണിയല്ല, അത് നിനക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനമല്ല എന്ന് പറയുന്നുണ്ട്. സമയം ചിംട്ടയ്ക്ക് കിത്തനെ പൈസ ഹേ എന്ന് ചോദിക്കുന്ന സമയത്ത് കടക്കാരൻ പറയേണ്ടത് 4 പൈസ ലഗെങ്കിൽ, 6 പൈസയാണ് അതിന് വേണ്ടി വരികയെന്ന് പറയുന്നുണ്ട്. അവസാനം അയാൾ പറയുന്നുണ്ട് 5 പൈസ ലെങ്കെ തും യേ ലേ ചലോ, അതായത് 5 പൈസ തരികയാണെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോളാൻ പറയുന്നുണ്ട്. ലേക്കിൻ ഹമാരെ ഹാമിദ് കെ പൈസ കേവൽ 3 പൈസേ ഹേ, നമ്മുടെ ഹാമിദിന് കയ്യിൽ ആകെ 3 പൈസയേ ഉള്ളൂ. 5 പൈസ പറഞ്ഞാലും 6 പൈസ പറഞ്ഞാലും കൊടുക്കാനായിട്ട് അവൻ്റെ കയ്യിലില്ല. കാരണം ഗരീബിയാണ് അവൻ്റെ വീട്ടിൽ, ദാരിദ്ര്യമാണ്, അമ്മയും അച്ഛനില്ല, വേറെ മാർഗ്ഗമില്ല. മുത്തശ്ശിയുടെ സംരക്ഷണത്തിലാണ് നമ്മുടെ ഹാമിദ് കഴിയുന്നത്. അപ്പോൾ 3 പൈസേ ലോകെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്, യേ കേത്താ ഹുവാ വഹ് ആഗേ ബഡ് ഗയ കി ദുക്കാൻദാർ കി ഗുഡ്കിയ നസുനെ. അപ്പോൾ 6 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് എടുത്തോന്ന് പറഞ്ഞിട്ടും എടുക്കാനായിട്ട് കയ്യിൽ കാശില്ലാത്ത കാരണം അവൻ ചോദിക്കുന്നുണ്ട് 3 പൈസയ്ക്ക് തരൂ എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ ചീത്തവാക്കും ശകാരം ഭീഷണിയൊന്നും കേൾക്കണ്ടല്ലോ എന്ന് കരുതി നമ്മുടെ ഹാമിദ് മുന്നോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ലേക്കിൻ ദുക്കാൻദാറിനെ ഗുഡ് കിയാ നഹിന്ദി, പക്ഷേ കടക്കാരൻ അവനെ ചീത്ത വിളിക്കൊന്നും ചെയ്തില്ല. ബുലാക്കർ ചിംട്ടാ ദേ ദിയ. അപ്പോൾ 3 പൈസ ലോകെ ചോദിച്ചിട്ട് അവൻ മുന്നോട്ട് നടന്നപ്പോൾ ദുക്കാൻദാർ ഉസേ ബുലായ, ദുക്കാൻദാർ അവനെ വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? യേ ചിംട്ട ദേ ദിയ, ഈ പക്കട് അല്ലെങ്കിൽ ചിംട്ട അവന് കൊടുത്തു. ഹാമിദിനെ ഉസേ ഇസ് തരഹ് കന്ധേ പർ രഖ മാനോ ബന്ദൂഖ് ഹേ
और शान से अकड़ता हुआ संख्यों के पास आया. ഇവിടെ എന്താ ചെയ്തെന്ന് പറയുന്നത്, ഈ ചിമിട്ട കിട്ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഹമീദ് എന്താ ചെയ്തതെന്ന് പറയുന്നത്, ഇസ് തര കന്തേപ്പർ രഖ, ഇതേപോലെ ഷോൾഡറിൽ വെച്ച്, ഇതുപോലെ മാനോ ബന്ദൂഖേ, ബന്ദൂക്ക് എന്നാൽ തോക്ക്, തോക്കെടുത്ത് തോളത്ത് വെക്കുന്നത് പോലെ ഈ ചിമിട്ട എടുത്ത് നമ്മുടെ ഹാമിദ് ഷോൾഡറിൽ വെച്ചു. और शान से अकड़ता हुआ संख्यों के पास आया. शान से വളരെയധികം അഭിമാനത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടി എന്ന് വേണമെങ്കിൽ പറയാം. അക്കർത്ത ഹുവ സ്വയം പ്രശംസിച്ചുകൊണ്ട് സംഖ്യം കെ പാസ് ആയ എന്ത് ചെയ്തു, കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തി. സംഖ്യ എന്ന് പറഞ്ഞാൽ സാധ്യ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വളരെയധികം വളരെ അഹങ്കാരത്തോടു കൂടി, അതായത് വാങ്ങിച്ചത് ചിമിട്ടയാണ്, പക്ഷെ അത് തോക്ക് തോളത്ത് വയ്ക്കുന്ന പോലെ വെച്ചുകൊണ്ട് വളരെയധികം അഭിമാനത്തോടു കൂടി വളരെയധികം സ്വയം പ്രശംസിച്ചുകൊണ്ട് ആത്മപ്രശംസ ചെയ്തുകൊണ്ട് അവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് വരികയാണ്. ജരാ സുനേം സബ് കെ സബ് ക്യാ ക്യാ ആലോചനയും കർത്തേ ഹേ, ഞാൻ കേൾക്കട്ടെ നിങ്ങൾ എന്തൊക്കെയാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ മോസിനെ ഹസ്കർ കഹാ ये चिमटा क्यों लाया पगले, इसे क्या करेगा. അപ്പോൾ മോസിൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ये चिमटा क्यों लाया करते, ഈ ചിമിട്ട എന്തിനാണ് നീ വാങ്ങിച്ചുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. ഇസേ ക്യാ കരേക, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ കൂടെ ഹമീദിൻ്റെ കൂടെ ഒരു 4-5 പേരുണ്ട്. മോസിനുണ്ട്, മഹമ്മൂദുണ്ട്, നൂറയുണ്ട്, സമ്മിയുണ്ട്. അങ്ങനെ 3-4 പേര് ഒരു കുട്ടികളുടെ കൂട്ടം തന്നെയുണ്ട്. അപ്പോൾ ചിമിട്ട വാങ്ങിച്ചു കണ്ടപ്പോൾ ചോദിക്കുക, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ചോദിക്കുകയാണ്. हामिद ने चिमटे को ज़मीन पर पटक कर कहा, जरा अपनी बिस्ती ज़मीन पर गिरा दो. ഹാമിദ് ചിമിട്ട എടുത്തിട്ട് ജമീൻ പർ നിലത്ത് പടക്കർ കഹ നിലത്തടിച്ചിട്ട് പറയാണ്, സരാ അപ്ന ബിസ്തി ജമീൻ പർ ഗിരാ ദോ, നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ച ആ കിലോന ബിസ്തി അത് ജമീൻ പർ ഗിരാ ദോ, അത് താഴത്തേക്ക് ഇടാൻ പറ്റുമോ ചോദിക്കുകയാണ്. സാരി പസലിയാം ചൂർ ചൂർ ഹോ ജായേം ബച്ചുക്കി, സാരി പസലിയാം, പസലിയാന്ന് പറഞ്ഞാൽ വാരിയല്ലേ, എല്ല് മുഴുവൻ, ചൂർ ചൂർ ഹോ ജായേഗ തകർന്ന് പൊടിഞ്ഞു പോകുമെന്ന് പറയണം. കാരണം എന്താണ്, മിട്ടീസെ ബനാ ഹുവാ ഹേ ബിസ്തി, ഇപ്പോൾ ഒരു ആഴ്ച ടോയ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണുകൊണ്ടാണെന്ന് പറയുന്നത്. അന്ന് ചിമിട്ടയാണെങ്കിലോ ലോഹത്തിൻ്റെയാണ്. അപ്പോൾ അവൻ ചിമിട്ട എടുത്ത് നിലത്തിട്ട് അടിച്ചിട്ട് പറയാണ്, ജറാപ്പിനി ബിസ്തി ജമീൻ പർ ഗിരാദോ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസ്തി എടുത്തൊന്ന് താഴത്തേക്ക് ഇടാൻ പറ്റുമോ ചോദിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞ് എന്താ സംഭവിക്കുക പറയുന്നത്, സാരി പസലിയാം, അതിൻ്റെ എല്ല് മുഴുവൻ ചൂർഹൂർ ചായയും ബച്ചുക്കി, അതായത് നിങ്ങളുടെ ആ ബിസ്തിയുടെ ആയാലും സിപ്പാഹിയുടെ ആയാലും വക്കീലിൻ്റെ ആയാലും അതിൻ്റെ എല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയ സാധനമാണ്. അതുകൊണ്ടത് ചൂർ ഹോ ജായ, തവിടുപൊടിയായിട്ട് പോകുമെന്ന് പറയണം. മഹ്മൂദ് ബോല തോ ഏ ചിമിട്ട കൊയ് കിലോനാഹേ. ഇപ്പോൾ അടുത്ത ആൾ മഹ്മൂദ് ചോദിക്കുകയാണ്, ഈ ചിമിട്ട എന്താ വല്ല കളിക്കുന്ന സാധനമാണോ ചോദിക്കുകയാണ്, ടോയ്സാണോ, കിലോനാഹേ കളിപ്പാട്ടാണോ ചോദിക്കുകയാണ്. ഹാമിദ് പറയണേ, കിലോന ക്യോ നഹി, എന്തുകൊണ്ടല്ല, അബി കന്തേപ്പർ രക്ക ബന്ദൂക്ക് ഹോ ഗയി. അപ്പോൾ അവൻ പറഞ്ഞ് മനസ്സിലാക്കണം എന്താണ്, ഷോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, ബന്ദൂക്ക് ഹോ ഗയി, തോക്കായിട്ട് മാറി. ഹാത്ത് മേ ലിയ ഫക്കീർ അംക ചിമിട്ട ഹോ ഗയ, നീ കയ്യിൽ പിടിക്കുകയാണെങ്കിലോ, ഫക്കീർ എന്ന് പറഞ്ഞാൽ സന്യാസിമാർ കൈ പിടിക്കുന്ന ആ സാധനം പോലെ ചിമിട്ട. ഹാത്ത് മേ ലിയ ഫക്കീർ അംക ചിമിട്ട ഹോ ഗയ, കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഫക്കീർ സന്യാസിമാർ കൈ പിടിക്കുന്ന എന്തായി പക്കടായിട്ട് മാറും. ചാഹും തോ ഇസ്സേ മഞ്ചീരേക്ക കാം ലേ സക്താ ഹേ, നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് പറയും, മഞ്ചീരേക്ക കാം, അതായത് നമ്മൾ കൊട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്ന ചിലങ്കയുടെ പോലുള്ള സൗണ്ട്, അതായത് തട്ടിക്കഴിഞ്ഞാൽ ലോഹത്തിൻ്റെ ആയതുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കാനും പറ്റും. ഏക് ചിമിട്ട ജമാതും തോ തും ലോകം കെ സാരെ ഖിലോനോ കി ജാൻ നിക്കൽ ചായേ. അപ്പോൾ ഒരു ചിമിട്ട കയ്യിലുണ്ടായി കഴിഞ്ഞാൽ, ഒരു ചിമിട്ട നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, തും ലോകം കെ സാരെ ഖിലോനോ കി ജാൻ, ഈ നിങ്ങൾ വാങ്ങിച്ച എല്ലാ ടോയ്സിൻ്റെയും ജീവൻ എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ചിമിട്ട എന്ന് പറയുന്നത്. അതിൻ്റെ ഒറ്റ തല്ലുകൊണ്ട് ആ ടോയ്സൊക്കെ എന്തായി പോവും, തവിടുപൊടിയായിട്ട് പോകും എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കഴിവുള്ളതാണ് ഈ ചിമിട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കളിപ്പാട്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയാണ്, തോളത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബന്ദൂക്ക് ഹോ ഗയി, ഹാത്ത് മേ ലിയാ തോ ഫക്കീർ അംക ചിമിട്ട ഹോ ഗയ, ഇനി ഇസ്സെ മഞ്ചിരക്ക കാമ്പി ലേ സക്താ ഹേ. ഇനി ഇതുകൊണ്ട് ചിലങ്കയുടെ
പ്രവർത്തനം പോലും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ആ ലോഹമാണ്, അതടിക്കുമ്പോൾ ശബ്ദമുണ്ടാവുന്നു. ഏക ചിംട്ട ജമാ ദും തോ തും ലോകം കെ സാരെ ഖിലോനോ കി ജാൻ നിക്കൽ ജായേ. ഇനി ഒരു ചിംട്ട കയ്യിലുണ്ടെങ്കിൽ എന്തുണ്ടാവുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കളിപ്പാട്ടങ്ങളുടെയും പണി തീരും എന്നാണ് പറയുന്നത്. തുമാരെ ഖിലൗനെ കിത്തന ഹി ജോർ ലഗാവേ വേ മേരെ ചിംട്ടെ കാ ബാൽ ബി ബാക്ക നഹി കർ സക്തേ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ടോയ്സ്, കളിപ്പാട്ടങ്ങൾ എത്രത്തോളം ശബ്ദമുണ്ടാക്കിയാലും മേരെ ചിംട്ടെ കാ ബാൽ ബി, എൻ്റെ ചിംട്ടയുടെ ഒരു മുടി പോലും ബാങ്ക നഹി കർ സക്ത, തൊടാനായിട്ട് അല്ലെങ്കിൽ വളയ്ക്കാനായിട്ട് സാധിക്കില്ല. മേരാ ബഹാദുർ ഷേർ ഹേ ചിംട്ട, നല്ല വീരനായിട്ടുള്ള നല്ല ധീരനായിട്ടുള്ള സിംഹമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചിംട്ട. ഇപ്പോൾ ചിംട്ടയുടെ പ്രവർത്തനം പറയാണ്, അതായത് ബാക്കി എല്ലാറ്റിനെയും തവിട് പൊടിയാക്കാൻ അല്ലെങ്കിൽ തകർത്ത് കളയാനുള്ള കഴിവ് ചിംട്ടയ്ക്കുണ്ട്. വളരെ വീരനും ധീരനുമായിട്ടുള്ള സിംഹമാണ് മേര ചിംട്ട, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചിംട്ട എന്ന് ഹാമിദ് മഹ്മൂദിനോടും മോഹസിനോടൊക്കെ പറയണം. അപ്പോൾ അതിൽ കുറച്ച് കാര്യം പറഞ്ഞു. ഖിലോന ക്യോം നഹി എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ചിംട്ട എന്താണെന്ന് പറയുന്നത്, ഹാമിദ് കെ രായ്മേ യേ ബഹാദുർ ഷേർ കെ സമാൻ ഹേ. सम्मी ने गंजरी ली थी, प्रभावित होकर बोला मेरी गंजरी से बदलोगे, 2 आने की है. അപ്പോൾ സമ്മി പറയണ, സമ്മി ഗഞ്ചരി ലീത്തി. ഗഞ്ചരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാദ്യോപകരണമാണ്. നമ്മൾ തപ്പ് കൊട്ട എന്നൊക്കെ പറയില്ലേ, ശബ്ദം ഉണ്ടാക്കുന്നത് തപ്പ് എന്നൊക്കെ പറയും. ഒരു തരം വാദ്യ ഉപകരണമാണ് ഗഞ്ചരി എന്ന് പറയുന്നത്. തപ്പ് കൊട്ടാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ആ സാധനമാണ്. സമ്മീനെ ഗഞ്ചരി ലീത്തി, സമ്മി വാങ്ങിച്ചത് ഗഞ്ചരി ആയിരുന്നു. പ്രഭാവിത് ഹോക്കർ പോല, ഇത് കണ്ടപ്പോൾ ചിംട്ടയെക്കുറിച്ച് പറയണ കേട്ടപ്പോൾ അവളത് പറയണേ, മേരി ഗഞ്ചരി സെ ബദലോകെ, അപ്പം എൻ്റെ കയ്യിലുള്ള ഗഞ്ചരിയുമായിട്ട് നമുക്ക് മാറ്റാം എന്ന് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റാം എന്ന് പറയണത്. 2 ആനെ കി ഹെ, 2 അണയുടെയാണെന്ന് പറയണം. അപ്പോൾ നമുക്ക് മേരി ഗഞ്ചരി സെ ബദലോകെ ചോദിക്കാം, 2 ആനെ കി ഹെ, 2 അണയുടെയാണ്. ഹാമിദിനെ ഗഞ്ചരി की ओर उपेक्षा से देखा, मेरा चिमटा चाहे तो तुम्हारी गंजरी का पेट फाड़ डाले. പറയണേ ഇവിടെ പല ഉപയോഗങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഗഞ്ചരിയായിട്ട് മാറേണ്ട കാര്യം പറയുന്നുണ്ട്. ഹാമിദിനെ ഗഞ്ചരിക്ക് ഒരു ഉപേക്ഷാഭാവ് സേ ദേഖ, ഹാമിദ് ഈ ഗഞ്ചരിയെ വളരെ അവഗണനയോടെ തിരസ്കരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപേക്ഷാഭാവത്തിലാണ് നോക്കിയത്. മേര ചിംട്ട ചാഹേ തോ, എൻ്റെ ചിംട്ട വിചാരിക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ തുമാരി ഗഞ്ചരി കാ പേട്, നിൻ്റെ ആ ഗഞ്ചരിയുടെ പേട്ട് ഫാഡാലെ, അതിൻ്റെ വയറ് പൊളിക്കാനായിട്ട് ചിംട്ടയെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള കഴിവുണ്ട് എൻ്റെ ചിംട്ടയ്ക്ക് എന്നാണ് പറയുന്നത്. ബസ് ഏക്ക് ചമടയ്ക്ക് ജില്ലി ലഗാതി ടപ് ടപ് ബോലിനെ ലഗി. ഒരു എന്താ പറയുക, ഏക്ക് ചമടയ്ക്ക്, ചമട തന്നെ എന്താ പറയുക തുകൽ കൊണ്ടുണ്ടാക്കുന്നതാണ്. ചമടയ്ക്ക് ജില്ലി ലഗാതി, അതായത് ഈ തുകൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു ശബ്ദം ഉണ്ടാക്കുന്നൊരു സാധനം. ടപ് ടപ് ബോലിനെ ലഗി, അതിങ്ങനെ തട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. ടപ് ടപ് ബോലിനെ ലഗി, അതായത് ഒരു തരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഈ ഗഞ്ചരി എന്ന് പറയുന്നത്. ജരാസ പാനി ലഗ് ജായത്തോ ഖത്തം ഹോ ജായേ, ഒരിത്തിരി വെള്ളം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പണി തീരും ചെയ്യും. മേരാ ചിംട്ട ബഹുദൂർ ചിംട്ട ആഗ് പാനി മേ തൂഫാൻ മേ ബരാബർ ഡട്ടാ ഗഡാ രഹേഗ. ഡട്ടാ ഗഡാ രഹേഗ എന്നാണ് ഉറച്ചു നിൽക്കുക, ഇളകാതെ നിൽക്കുക. ഇപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ ഗഞ്ചരി എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു വാദ്യ ഉപകരണമാണ്. തപ്പ് കൊട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിവിടെ പറയുന്നുണ്ട് തുകൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. ആ പറയണ ഈ ഗഞ്ചരിയെ എന്താ പറയുക അവഗണിച്ചുകൊണ്ട് ഇവിടെ പറയാണ്, എൻ്റെ ചിംട്ട ആഗ്രഹിക്കുകയാണെങ്കിൽ നിൻ്റെ ഗഞ്ചരിയുടെ വയറ് പൊളിക്കാൻ പോലും പറ്റുമെന്ന് പറയുന്നത്. ഏക്ക് ചമടയ്ക്ക് ജില്ലി ലഗാതി, ഒരു തുകൽ കൊണ്ടുള്ളതാണ്. അത് എന്താ പറയുക, അതിന് ഇങ്ങനെ സൗണ്ട് പുറപ്പെടും, ചീവീടിൻ്റെ പോലെയുള്ള സൗണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു സാധനമാണ്. ടപ് ടപ് ബോലിനെ ലഗി, അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതായത് എന്താ പറയുക, സംസാരിക്കുക എന്ന് പറയുന്നത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ജരാ പാനി ലഗ് ജായത്തോ ഖത്തം ഹോ ജായേ, അതായത് കുറച്ച് വെള്ളം വീണ് കഴിഞ്ഞ് നനവ് തട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പണി തീരുമെന്നാണ് പറയുന്നത്. എന്നാൽ ലേക്കിൻ മേര ബഹാദൂർ ചിംട്ട, പക്ഷേ എൻ്റെ വീരനായിട്ടുള്ള ധീരനായിട്ടുള്ള ഈ ചിംട്ട എന്ന് പറയുന്നത് ആഗമേ, തീയിലായാലും
പാനിമേ വെള്ളത്തിലായാലും തൂഫാൻമേ ഇനി കൊടുങ്കാറ്റിലായാലും ബരാബർ ടട്ടാകടാ രഹേഗ ഒരേപോലെ ഉറച്ചു നിൽക്കും, ഒന്നും സംഭവിക്കില്ല ചിംട്ടയ്ക്ക് എന്നാണ് ഹാമിദ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണമാണ് പറയുന്നത് ചിംട്ട ആഗ്മേ പാനിമേ തൂഫാൻമേ ബരാബർ ടട്ടാകടാ രഹേഗ, അതങ്ങനെ തന്നെ ഉറച്ചു നിൽക്കും, അതിനൊന്നും തന്നെ ഒരു കേടുപാടും സംഭവിക്കില്ല. വെള്ളം വീണാലും തീയിൽ വീണാലും കാറ്റടിച്ചാലും അതിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത്. ചിംട്ടേനെ സബി കോ മോഹിത് കർ ലിയ, ഇപ്പോൾ ഈ ചിംട്ട എല്ലാവരെയും മോഹിപ്പിച്ചു എന്ന് പറയുന്നത്. ലേക്കിന പൈസ കിസ്കെ പാസ് ദരഹേ, ദരേ തന്നെ ബാക്കി അവശേഷിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പൈസ ആരുടെ കയ്യിലാണ് ബാക്കിയുള്ളത്? കാരണം അവർ ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചു, ഊഞ്ഞാലിൽ കയറിയിരുന്നു, കുതിരയുടെ മുകളിൽ കയറിയിരുന്നു, അതുപോലെ തന്നെ ടോയ്സ് വാങ്ങിച്ചു, മധുരപലഹാരങ്ങൾ കഴിച്ചു, സർബത്ത് കഴിച്ചു. അപ്പോൾ പൈസയൊക്കെ ഒരുവിധം അവരുടെ കയ്യിലുണ്ടായിരുന്നൊക്കെ ചിലവായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരുടെ കയ്യിലാണ് പൈസ ബാക്കിയുള്ളതെന്നാണ് ചോദിക്കുന്നത്. फिर मेले से दूर निकल आए हैं, नौ कब के बज गए, धूप तेज हो रही है. ഇപ്പോൾ നമ്മുടെ മേളേസെ ദൂർ നികലായോ, അത് ഈ മേളയിൽ നിന്ന് ഈ ഉത്സവത്തിൻ്റെ അവിടെ നിന്ന് ഈ സ്ഥലത്തുനിന്ന് കുറേ അകലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. നൗ കബ് കെ ബജ് കെ, ഇപ്പം അത് ഏകദേശം ഒരു 9 മണിയോളം ആയിട്ടുണ്ട്. ധൂപ് തേസ് ഹോ രഹി ഹേ, വെയിലാണെങ്കിൽ നല്ല ശക്തിയായ വെയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഗർ പഹുഞ്ചനേക്ക് ജൽദി ഹോ രഹി ഹേ, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അവരെല്ലാവരും ഇരിക്കുന്നത്. ബാം സേ ജിദ് ബി കരേ തോ ചിംട്ട നഹി മിൽ സക്താ ഹേ, ഇനിയിപ്പോൾ അച്ഛനോട് വാശി പിടിച്ചാലും ശാഠ്യം പിടിച്ചാലും ചിംട്ട നഹി മിൽ സക്താ ഹേ, ഒരിക്കലും ഇനി ചിംട്ട ഒന്നും അവന് കിട്ടാനായിട്ട് സാധിക്കില്ല. ഹാമിദ് ഹേ ബഡാ ചാലാക്ക്, ഹാമിദ് ബഡാ ചാലാക്ക് ഹേ, ഹാമിദ് നല്ല സൂത്രക്കാരനാണ്, നല്ല സാമർത്ഥ്യമുള്ളവനാണ്. ഇസ്ലിയെ ബദ്മാഷിനെ അപ്പനെ പൈസ ബച്ചാരൊക്കെ, അതുകൊണ്ടാണ് തെമ്മാടി അവൻ്റെ പൈസ അവിടെ സൂക്ഷിച്ച് വെച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും മധുരപലഹാരം വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഒരാൾ പോലും ഒന്നും തന്നെ കൊടുത്തില്ല. ടോയ്സ് വാങ്ങിച്ചു, അത് തൊടാൻ പോലും സമ്മതിച്ചില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ അവൻ്റെ പൈസ അവൻ ഒന്നിനും ഉപയോഗിച്ചില്ല. കാരണം 3 പൈസ ഉള്ളത് അത് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല. വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ പൈസ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നുണ്ട് ഹാമിദ് ഹേ ബഡാ ചാലാക്ക്, ഹാമിദ് നല്ല സൂത്രക്കാരനാണ്. ഇസ്ലിയെ ബദ്മാഷിനെ അപ്പനെ പൈസ പച്ചാരകേത്തെ, നല്ല സൂത്രക്കാരനായതുകൊണ്ടാണ് അവൻ അവൻ്റെ പൈസ അവിടെ സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ ബാലഗോം കെ ദോ ദൾ ഹോ ഗേ ഹേ, मोहसिन महमूद सम्मी और नूर एक तरफ है, ഹാമിദ് അക്കേല ദൂസരി തരഫ്. ഇപ്പോൾ കുട്ടികളുടെ ആ ഗ്രൂപ്പ്, ദൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ബാലകോം കെ ദോ ദൾ ഹോ ഗേ ഹേ, ഇപ്പോൾ കുട്ടികളുടെ 2 ഗ്രൂപ്പായിട്ട് അവിടെ മാറിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് ആരൊക്കെയാണ്? മോഹസിൻ മഹമ്മൂദ് സമ്മി നൂർ ഏക് തരഫ് ഹേ, ഏക് തരഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു 4 പേരാണ്, മോഹസിനുണ്ട്, മഹമ്മൂദുണ്ട്, നൂറയുണ്ട്, സമ്മിയുണ്ട്. ഹാമിദ് അക്കേല ദൂസരി തരഫ്, മറുഭാഗത്ത് ഹാമിദ് മാത്രമുള്ളവൻ ഒറ്റയ്ക്കാണ്. ബാക്കി എല്ലാവരും പോന്നു, ഈ കടയുടെ മുന്നിൽ ഹാമിദ് മാത്രമാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മറ്റവരെല്ലാം അതെല്ലാം വാങ്ങിച്ച് പോയി, ഹാമിദ് മാത്രമാണ് ഈ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ അതുകൊണ്ട് തന്നെ, അതായത് മറ്റുള്ളവർ വാങ്ങിച്ചു കഴിഞ്ഞു, അവരെല്ലാവരും ഒരു ഗ്രൂപ്പായി, ഹാമിദ് അവിടെ ഒറ്റപ്പെട്ടു. ശാസ്ത്രാർത്ഥ ഹോ രഹാ ഹേ, അങ്ങനെ അവിടെ വാദവിവാദങ്ങൾ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമ്മി തോ വിധർമ്മി ഹോ ഗയ, അങ്ങനെ സമ്മി എതിർ പാർട്ടിയിലേക്ക് മാറി, എതിർ ഗ്രൂപ്പിലേക്ക്, വിധർമ്മി ഹോ ഗയ, അവർ ഗ്രൂപ്പിൽ നിന്ന് മാറി എന്ന് പറയുന്നത്. ദൂസരെ പക്ഷ് സേ ജാമില, മറ്റേ ഗ്രൂപ്പിൽ ചെന്നു. ലേക്കിൻ മോഹസിൻ महमूद और नूरे भी हामिद से एक एक दो दो साल बड़े होने पर भी हामिद के आखादों से आतंकित हो उड़े हैं. ഇനി ഇവിടെ പറയണേ, ഇപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ആരൊക്കെയായിരുന്നു? മുഹമ്മദ് ഉണ്ട്, മോഹസിനുണ്ട്, സമ്മി, നൂറ, ഇവരാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്തുള്ളത് ഹാമിദ് ഒറ്റയ്ക്കാണ്. എന്നാൽ ഇതിനിടയിൽ ഒരു വാദങ്ങളുണ്ടായി, ചർച്ചകളുണ്ടായി, അങ്ങനെ സമ്മി എതിർ പാർട്ടിയിലേക്ക് ചേർന്നു, അതായത് നമ്മുടെ ഹാമിദിൻ്റെ ഗ്രൂപ്പിലേക്ക് മാറി. ദൂസരെ പക്ഷ സേ ജാമില, രണ്ടാമത്തെ ഭാഗത്തേക്ക്, രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് ചെന്നു. ലേക്കിൻ മോഹസിൻ മഹമ്മൂദോ ഓർ നൂറെ ബി, പക്ഷേ ഇവിടെ മോഹസിനും മഹമ്മൂദും നൂറയും അവർ ഹാമിദ് സേ ഏക് ഏക് ദോ ദോ സാൽ ബഡേ ഹോനെ പർ ബി, ഹാമിദിൽ നിന്ന് 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് കൂടുതൽ പ്രായമുള്ളവരാണെങ്കിൽ കൂടി ഹാമിദ് കെ ആഘാതം സേ, ഹാമിദിൻ്റെ കയ്യിൽ നിന്ന് ഏൽക്കുന്ന ആഘാതങ്ങളിൽ നിന്ന്
ആതങ്കിത് ഹേ അവർ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഹാമിദിനേക്കാളും 1-2 വയസ്സ് പ്രായമുള്ളവരാണ് മറ്റുള്ള കുട്ടികളെന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ഹാമിദിനെ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്നത്. ഉസ്കെ പാസ് ന്യായ് കാ ബൽ ഹേ നീതി കി ശക്തി ഹേ. അപ്പോൾ ഹാമിദിൻ്റെ അടുത്ത് ന്യായത്തിൻ്റെ ബലമുണ്ട്, നീതിയുടെ ശക്തി ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ന്യായമായ കാര്യങ്ങൾ, നീതിപൂർവമായ കാര്യങ്ങളാണ് ഹാമിദ് അവിടെ ചെയ്തിട്ടുള്ളത്. ആർക്കും ദോഷമായിട്ടുള്ളൊരു കാര്യം അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഹാമിദ് കെ പാസ് ന്യായ് കാ ബൽ ഹേ और नीति की शक्ति है. एक और मिट्टी है, दूसरी और लोहा, जो इस वक्त अपने को फौलाद कह रहा है. ഒരു ഭാഗത്ത് ഏക് ഓർ മിട്ടി ഹെ, ഒരു ഭാഗത്തുള്ളത് മണ്ണാണ്, ദൂസരി ഓർ ലോഹ, മറുഭാഗത്ത് ലോഹമാണ്. ജോ ഇസ് വക്ത് അപ്നെ കോ ഫൗലാദ് കഹ് രഹാ ഹെ. അപ്പോൾ ഈ സമയം അവർ അവരുടേതായിട്ടുള്ള ആ കാര്യത്തെ ഫൗലാദ് കഹ്ര, അതായത് ഈ ഉരുക്കായിട്ടാണ് പറയുന്നത്. സ്റ്റീല്, അതായത് ഒരു ഭാഗത്ത് മിട്ടിയാണ്, ഒരു ഭാഗത്ത് ലോഹമാണ്. ഈ സമയത്ത് അവർ സ്വയം അതിനെ ഉരുക്കായിട്ടാണ് കണക്കാക്കുന്നത്. വഹ് അജയ് ഹേ ഘാതക് ഹേ. അപ്പോൾ ലോഹത്തിൻ്റെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉരുക്കാണ്, അത് സ്റ്റീലാണ്. വഹ് അജയ് ഹേ, ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്തതാണ്. ഘാതക് ഹേ, അത് എന്താ പറയുക, ശക്തിയുള്ള ഒരു ആയുധമായിട്ടാണ് അവിടെ പറയുന്നത്. ഘാതക് ഹേ, ഘാതകനാണ്, അതായത് മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ്. അഗർ കോയി ഷേർ ആ ജായേ തോ മിയാ ബിസ്തി കെ ചക്കെ ചൂട് ജായേ, मियाँ सिपाही मिट्टी की बंदूक छोड़कर भागे, वकील साहब की नानी मर जाए, चौगे में मुँह छिपा कर ज़मीन पर लेट जाए. ഇനിയിപ്പോൾ പറയണേ, അപ്പോൾ ഓരോന്നിനും ഓരോ കഴിവുകളുണ്ട് പറയുന്നുണ്ട്. നമ്മുടെ ചിംട്ട എന്ന് പറയുന്നത് ലോഹേസെ ബനാഹുവാഹേ, ലോഹം കൊണ്ടുണ്ടാക്കിയതാണ്. അത് നമ്മൾ ഫൗലാദ് കഹ്രഹാഹേ, അതിനെ ഉരുക്കെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ചിംട്ട അജയ് ഹേ ഘാതക് ഹേ, അത് ജയിക്കാൻ കഴിവുള്ളവനാണ്. അഗർ കോയി ഷേർ ആ ജായേത്തോ, ഇനിയിപ്പോൾ ഏതെങ്കിലും സിംഹം വരികയാണെന്ന് വിചാരിക്കുക. ഷേർ എന്ന് പറഞ്ഞാൽ സിംഹം. തോ മിയാം, മിയാം എന്നുള്ളത് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് മുസ്ലിംസ് ഉപയോഗിക്കുന്നൊരു വേർഡാണ് മിയാം എന്ന് പറയുന്നത്, മാന്യൻ എന്നുള്ള അർത്ഥം. മിയാം ബിസ്തിക്ക് ചക്കെ ചൂട്ജായേ, ചക്കെ ചൂട്ജായ എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലാതെവ, ടു ലോസ് കറേജ്. മിയാം ബിസ്തിക്ക്, നമ്മൾ ബിസ്തി എന്താണ്, വെള്ളം ചുമക്കുന്ന ആളുടെ ആ ഒരു ടോയാണ് ബിസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസ്തിയുടെ ഉള്ള ധൈര്യമൊക്കെ അവിടെ ഇല്ലാതെയാവും, നഷ്ടപ്പെടും. എന്ത് വരികയാണെങ്കിൽ, അഗർ കോയി ഷേർ ആ ജായേത്തോ, ഏതെങ്കിലും സിംഹം വരികയാണെങ്കിൽ. മിയാ സിപ്പാഹി മിട്ടിക്ക് ബന്ദൂക്ക് ചോഡ്കർ ഭാഗ്യം, നമ്മൾ നേരത്തെ പറഞ്ഞ സിപ്പാഹി എന്ന് പറയുന്ന ഈ ഖിലോന, അതും മിട്ടിസെ ബനാ ഹുവാ ഹേ, ഏ മിട്ടിക്ക് ബന്ദൂക്ക് ചോഡ്കർ ഭാഗ്യം, ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ തോക്കൊക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോവും സിംഹത്തെ കണ്ടു കഴിഞ്ഞാൽ. ഇനി വക്കീൽ സാഹിബ്ക്ക് നാനി മർജായി, ഇനി നൂറ വാങ്ങിച്ചത് വക്കീലാണ്. വക്കീൽ സാഹിബ് എന്താ ഉണ്ടാവുന്നത്, നാനി മർജായി, അദ്ദേഹവും വിഷമിച്ചു പോവും. എന്താ ചെയ്യുന്നിട്ട്, ചോഗേമേ മുഖ് ചിപ്പാക്കാൻ ജമീൻ പർ ലേറ്റ് ചായേ, എന്ത് ചെയ്യും, ചോഗയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നല്ല നീളമുള്ള ഗൗണിനെയാണ് പറയുന്നത്. എന്ത് ചെയ്യും, ചോഗമേ മൂ ചിപ്പാക്കർ, സിംഹം വന്നു കഴിഞ്ഞാൽ ഈ ഗൗണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കോട്ടിൻ്റെ ഉള്ളിൽ മുഖം ഒളിപ്പിച്ച് ജമീൻ പർ ലേറ്റ് ചായേ, നിലത്ത് കിടക്കും. മഗർ യേ ചിംട്ട യഹ് ബഹാദൂർ യഹ് रुस्तमे हिंद लपक कर शेर की गर्दन पर सवार हो जाएगा और उसकी आंखें निकल लेगा. എന്താ പറയുന്നത്, ലേക്കിൻ യേ ചിംട്ട, പക്ഷേ ഈ ചിംട്ട എന്ന് പറയുന്നത് യഹ് ബഹാദൂർ ഹേ, അത് നല്ല ധീരനാണ്. യഹ് റുസ്തമേ ഹിന്ദ്, റുസ്തമേ എന്ന് പറഞ്ഞാൽ നേതാവ്, ലീഡർ. അപ്പോൾ നേതാവായിട്ടുള്ള, അതായത് ധീരനും നേതാവുമായിട്ടുള്ള നമ്മുടെ ചിംട്ട എന്ന് പറയുന്നത് ലപക്കർ, വളരെ വേഗത്തിൽ, ബഡേ വേഗ്സേ, വളരെ വേഗത്തിൽ ഷേർ കി ഗർദൻ പർ സവാർ ഹോ ജായേഗ, ഈ സിംഹത്തിൻ്റെ കഴുത്തിൽ എന്താ പറയുക, ആക്രമിക്കുന്ന പറയുന്നത്. ആർ ഉസ്കി ആഖേ നിക്കാലേഖ, അപ്പോൾ സിംഹത്തിനെ ആക്രമിച്ച് കീഴടക്കിയിട്ട് അതിൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കഴിവുള്ളതാണ് ചിംട്ട എന്ന് പറയുന്നത്. അത് ഒരടി കൊടുത്തു കഴിഞ്ഞാൽ ആ സിംഹത്തിനെ വീഴിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഇവർ വാങ്ങിച്ചിട്ടുള്ള ബിസ്തി ആയാലും സിപ്പാഹി ആയാലും വക്കീലായാലും ഇവരൊക്കെ ആ സമയത്ത്
ഒന്നുമല്ലാതെ തീരും. എന്നാൽ വീരനും ധീരനും അതുപോലെ തന്നെ നായകനുമായിട്ടുള്ള നമ്മുടെ ചിംട്ടയാണെങ്കിൽ വളരെ വേഗത്തിൽ ചെന്ന് ഈ സിംഹത്തെ കീഴടക്കുകയും അതിൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കഴിവുണ്ട്. എന്തിനെന്ന് പറയുന്നത്, ഈ ചിംട്ട എന്ന് പറയുന്ന സാധനത്തിന് അത്രയും കഴിവുണ്ട് എന്നാണ് നമ്മുടെ ഹാമിദ് പറയുന്നത്. मोहसिन ने एडी चोटी का जोर लगाकर कहा, अच्छा पानी तो नहीं भर सकता. അപ്പോൾ മോഹസിൻ വാങ്ങിച്ചത് ബിസ്തിയാണ്. അത് അവൻ പറയണേ എടി ചോട്ടിക്ക ജോർ ലഗാക്കർ കഹ. എടി ചോട്ടി എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി. എടി എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി, അതായത് ഹീല്. അപ്പോൾ എന്താ പറയുക, ഉപ്പൂറ്റിയിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് ഉറക്കെ പറയണേ, അച്ഛാ പാനി തോ നഹീം ഭർ സക്ത. വെള്ളം നിറയ്ക്കാൻ പറ്റുന്നില്ല. ബിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്ന ആൾ, അല്ലെങ്കിൽ വെള്ളം കോരുന്ന ആളാണ്. അയാളുടെ പുറത്ത് എന്തുണ്ടെന്ന് പറയുന്നത് ഒരു എന്താണ് മശക്ക്, എന്താണ് ഒരു എന്താ പറയുക, ഈ തുകൽ സഞ്ചിയുണ്ട് വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഹാമിദിനെ ചിംട്ടേക്കോ സീതാ ഗഡാ കർക്കെ കഹാ, ബിസ്തി को एक डांड बताएगा तो दौड़ा हुआ पानी लाकर उसके द्वार पर छिड़कने लगेगा. അപ്പോൾ ഹാമിദ് പറയണേ ചിംട്ടക്കോ സീതാ ഗഡാ കർക്കെ. ഹാമിദ് ചിംട്ടയെ നേരെ നിർത്തിയിട്ട് പറയാണ്, ബിസ്തിക്കോ एक डांड बताएगा. ഈ ബിസ്തിനെ ഒന്ന് ചീത്ത പറഞ്ഞാൽ മതി. ദൗഡാ ഹുവാ പാനി ലാക്കർ ഉസ്കെ ദ്വാർ पर छिड़कने लगेगा. ഓടിച്ചെന്ന് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ ഇതിൽ നിറച്ചുകൊള്ളും അല്ലെങ്കിൽ തെളിച്ചുകൊള്ളുമെന്ന് പറയാണ്. അപ്പോൾ ബിസ്തി വെള്ളം എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പറയുന്നതാണ്, ഈ ചിംട്ടയെടുത്ത് നേരെ നിർത്തിക്കൊണ്ട് പറയാണ്, ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് വെള്ളം നിറക്കില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോഹസിൻ്റെ ബിസ്തി അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടേതായിട്ടുള്ള കാര്യങ്ങളവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിംട്ടയെക്കുറിച്ചുള്ള ചിംട്ട എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഹാമിദ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ മറ്റുള്ളവരെ ഹാമിദിനെ വളരെ സൂത്രക്കാരനായിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. കാരണം അവൻ ആ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അവസാനം വാങ്ങിച്ചത് ചിംട്ടയാണ്. താഴെ വീണ പൊട്ടില്ല. വീട്ടിലാണെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത്രയും നല്ലൊരു സാധനമാണ് അവൻ വാങ്ങിച്ചത്. അതുമാത്രമല്ല, അത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ബ്ലെസ്സിങ്സ് അവന് കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ടാണ് പിന്നീടുള്ള യാത്ര അവിടെ വരുന്നത്. അതായത് ആദ്യം മോഹസിനും മഹ്മൂദും സമ്മിയും അതുപോലെ നൂറയൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു. ഹാമിദ് ഒറ്റയ്ക്കായി. പിന്നീട് തർക്കങ്ങളും വാദങ്ങളൊക്കെ നടന്നു. സമ്മി നമ്മുടെ ഹാമിദിൻ്റെ ഗ്രൂപ്പിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഹാമിദ് കെ പാസ് ന്യായ് കാ ബൽ ഹേ और നീതി കാ ശക്തി ഹേ. അതായത് നീതിയും ന്യായവും കിടക്കുന്നത് ഹാമിദിൻ്റെ ഭാഗത്താണെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് മിട്ടിയാണെങ്കിൽ ദൂസരിയോ ലോഹാ ഹേ. ഒരു ഭാഗത്ത് മണ്ണിൻ്റെ ശക്തിയാണെങ്കിൽ മറ്റേ ഭാഗത്ത് ലോഹത്തിൻ്റെ ശക്തിയാണെന്ന് പറയുന്നത്. ലോഹം എന്ന് പറയുന്നത് അജയാണ്, ഘാതക് ഹേ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അഗർ കോയി ഷേർ ആ ജായേത്തോ. ഇനിയിപ്പോൾ ഒരു സിംഹം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ബിസ്തി ചക്കെ ചൂട് ജായേ, സിപ്പാഹി മിട്ടി की बंदूक छोड़कर भागे और वकील साहब की नानी मर जाए, वह चौंके में मुँह चिबाकर ज़मीन पर लेट जाए. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. ലേക്കിൻ യേ ചിംട്ട, പക്ഷേ ഈ ചിംട്ട യഹ് ബഹാദുർ ഹേ, യേ റുസ്തമേ ഹിന്ദ് ലബക്കർ. ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഭാരതീയൻ, ഇന്ത്യക്കാരൻ. അപ്പോൾ നേതാവായിട്ടുള്ള നമ്മുടെ ഈ ചിംട്ട ബഡേ വേഗ് സേ ഷേർ കി സിർ പർ സവാർ ഹോ ജായേഗ. അപ്പോൾ അതിന് സിംഹത്തിൻ്റെ തലയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിംട്ട കൊണ്ട് അടിക്കും എന്ന് പറയുന്നത്. അവർ ഉസ്ക്യാഖേം നിഖാലേക, അതിൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരടി കൊടുത്തു കഴിഞ്ഞാൽ സിംഹത്തെ അവിടെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് മോഹസിൻ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, പാനി തോ നഹീം ഭർ സക്ത. ഇവിടെ ബിസ്തിക്കോ എക്ക് ഡാണ്ട് ബതാനെ കെ ലിയേ ഹാമിദ് കഹത്തെ ഹേ. അതിനെ ശകാരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശകാരിച്ച് ഓടിച്ചെന്ന് വെള്ളം നിറയ്ക്കുമെന്നാണ് പറയുന്നത്. മോഹസിൻ പരാസ്ത് ഹോ ഗയ, അങ്ങനെ മോഹസിൻ അവിടെ പരാജയപ്പെട്ടു. पर महमूद ने कुमक पहुंचाई, अगर बच्चा पकड़ा जाए तो अदालत में बंदे बंदे फिरेंगे, तब तो वकील साहब के ही पैरों पड़ेंगे.
ഇപ്പോൾ അവിടെ ശരിക്കും പറയണേ മോസിൻ അവിടെ പരാജയപ്പെട്ടു. അവൻ്റെ ബിസ്തിയയിൽ വെള്ളം നിറയ്ക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മുടെ മഹമ്മൂദ് കുമക് പഹുഞ്ചായി വളരെയധികം സന്തോഷത്തിൽ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തിലവിടെ പറയാണ്. കുമക് പഹുഞ്ചായി എന്ന സന്തോഷത്തിൽ അവിടെ പറയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ പാർഷ്യാലിറ്റി എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. അഗർ ബച്ച പക്കട ജായത്തോ, ഇനി കുട്ടികൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ അദാലത്ത് മേ ബന്ദേ ബന്ദേ ഫിരങ്കെ, അവിടെ പോലീസ് പിടിക്കുക അല്ലെങ്കിൽ കോടതിയിൽ അല്ലെങ്കിൽ ജയിലിലാവും എന്ന് പറയണം. കേസ് നടത്തേണ്ടതായിട്ട് വരുമെന്ന് പറയണം. തബ് തോ വക്കീൽ സാഹിബ് കെ ഹി പൈരം പടയുക. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ ഈ ചിമിട്ട കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് കേസായിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ വക്കീൽ സാഹിബിൻ്റെ കാല് പിടിക്കാനായിട്ട് പോണ്ടി വരുമെന്നാണ് ഇവിടെ മഹമ്മൂദ് ഹാമിദിനെ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികൾ കയ്യിൽ വയ്ക്കാൻ പാടില്ലാത്ത സാധനമാണെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ സംഭാഷണങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കത് എന്താണ് ഹാമിദ് അതിന് എന്ത് മറുപടിയാണ് പറയുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.